ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടൻ, ആദില, അനുമോൾ, നൂറ ഈ ഒരു ഗ്യാങ്ങിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി അവരെ മൂന്നുപേരെയും കൂടെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നൂറ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എനിക്ക് മറക്കാനേ പറ്റില്ല എന്ന്. ആ സമയത്ത് ആദിലയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. നൂറേനെ ആദില വേഗം വിളിക്കുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുന്നു, നീ ഇന്നലെ എന്തിനാണ് അവളോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞത്? PR-ൻ്റെ ബലത്തിലാണ് ഇവിടെ ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞതോ? അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ എത്ര തവണ ഇവളെ വെസൽ കഴുകാൻ വേണ്ടി വിളിച്ചു, പക്ഷേ ഇവൾ വന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നൂറ് എല്ലാവരുടെ മുമ്പിൽ വലിയ മാസമായിട്ട് പറയുന്നുണ്ട്, അവളുടെ ഫിലിം കണ്ടിട്ടാണ് നമ്മൾ അവളുടെ പുറകെ പോകുന്നതെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കള്ളത്തരം അവിടെ പൊളിയാണ്. അതെ, നീ അങ്ങനെ ഫിലിം കണ്ടിട്ട് പുറകെ നടന്നു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നീ എന്ത് കണ്ടിട്ടാണ് കൂടെ കൂടിയെന്ന് ചോദിച്ചത്. ആ അരി തിന്നുന്നവർക്ക് അറിയാലോ, അത് കണ്ടിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ട് എന്ന് കരുതി തന്നെയാണ് നമ്മൾ ഓരോ വഴക്കുകൾ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ തെറ്റ് പറ്റില്ലേ, ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്നെക്കാട്ടി കൂടുതൽ നിങ്ങളറിയുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മറന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, അനുമോളുടെ ഭാഗത്ത് ശരിയെന്നാണ് അനുമോൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങളും ചിന്തിക്കുന്നു. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലേ അല്ലേ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാനും വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മൂന്നാമതൊരാൾ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് ഞാൻ അങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. എന്നെക്കാട്ടി കൂടുതൽ ലോകം കണ്ടവരാണ് നിങ്ങൾ, എക്സ്പീരിയൻസ് വൈസ് നിങ്ങൾ മൂന്ന് പേരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ആദിലേക്ക് മിണ്ടണമെന്നുണ്ട്, പക്ഷേ നൂറയ്ക്കും അതേപോലെ തന്നെ അനുമോൾക്കും അതിന് താല്പര്യമില്ല. അനുമോൾ അനീഷേട്ടൻ അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളിരുന്ന് സംസാരിച്ചോ, ഞാനൊന്ന് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അനീഷേട്ടൻ്റെ കൂടെ തന്നെ അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ ഇരിക്കൂല, അവൾ സംസാരിക്കൂല, അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. നൂറ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അനുമോൾ പക്ഷെ ഒന്നും തന്നെ മിണ്ടുന്നുമില്ല.